അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വലിയ ഭരണാധികാരിയായിരുന്ന ഹാറൂനുർ റഷീദ് എന്നവരോട് അബ്ദുല്ലാഹിബ്നു അബ്ദുൽ അസീസുൽ ഉമരി എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ നടത്തിയ ഒരു ഉപദേശമാണ് ഇന്ന് ലബ്ബൈക്കയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. മഹാനായ ഇബ്നുൽ ജൗസി തങ്ങൾ അവിടുത്തെ മുസീറുൽ ഖറാം എന്ന് പറയുന്ന കിതാബിലാണ് ഈ സംഭവം ഉദ്ധരിക്കുന്നത്. സഈദ് ബിൻ സുലൈമാൻ എന്നവരാണ് ഈ ഒരു സംഭവം പറയുന്നത്. മഹാനവറുകൾ പറയുകയാണ്, ഞാൻ മക്കയിൽ ഇരിക്കുന്ന സമയം എൻ്റെ കൂടെ മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ദുൽ അസീസുൽ ഉമരി എന്നവരും ഉണ്ട്. ആ സമയത്താണ് ഭരണാധികാരിയായ ഹാറൂനുർ റഷീദ് എന്നവർ മക്കയിലേക്ക് വന്നിട്ടുള്ളത് ഹജ്ജിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്നുകൊണ്ട് പറയുകയാണ്, ഓ ഉമരി തങ്ങളെ, ഭരണാധികാരിയായ ഹാറൂനുർ റഷീദ് എന്നവർ സഈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനേക്ക് സഈ ചെയ്യുന്നതിന് വേണ്ടി ആ സ്ഥലമെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഇത് കേൾക്കേണ്ട താമസം ഉമരി തങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ട് ചെരുപ്പ് ധരിച്ച് ഒരൊറ്റ പോക്ക്. സഈദ് ബിൻ സുലൈമാൻ എന്നവർ പറയുകയാണ്, കൂടെ ഞാനും പോയി നേരെ ഭരണാധികാരിയുടെ അടുക്കലേക്കാണ്. ആ സമയത്ത് ഹാറൂനുർ റഷീദ് എന്നവർ മർവയിൽ നിന്നും ഇറങ്ങി വീണ്ടും സഫയിലേക്ക് തന്നെ തിരിക്കുകയാണ്. ആ സമയത്ത് അട്ടഹസിച്ചുകൊണ്ട് ഉമരി തങ്ങൾ വിളിച്ചു പറയുകയാണ്, യാ ഹാറൂൻ, ഓ ഹാറൂനെ. ചക്രവർത്തിയെയാണ് പേരെടുത്ത് വിളിക്കുന്നത് എന്ന് നോക്കണം. ഒരൊറ്റ വിളി കേട്ടപ്പോൾ ഹാറൂനുർ റഷീദ് എന്നവർ തിരിഞ്ഞു നോക്കി. അപ്പോൾ ഉമരി തങ്ങൾ പറയുകയാണ്, നിങ്ങൾ സഫയുടെ മുകളിലേക്ക് തന്നെ കയറൂ. ഇത് കേട്ടപ്പോൾ ഹാറൂനുർ റഷീദ് എന്നവർ ആ സഫയുടെ മുകളിൽ കയറുകയാണ്. ആ കയറിയ സമയത്ത് ഉമരി തങ്ങൾ പറഞ്ഞു, ഇനി നിങ്ങൾ കഅബയിലേക്കൊന്ന് നോക്കൂ. അതും ചെയ്തു. ആ ഭാഗത്ത് എത്ര ആളുകൾ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ഭരണാധികാരി പറയുകയാണ്, എങ്ങനെയാണത് തിട്ടപ്പെടുത്താൻ കഴിയുക? അത്രത്തോളം ആളുകൾ അവിടെയില്ലേ? അപ്പോൾ ഉമരി തങ്ങൾ വീണ്ടും ചോദിക്കുന്നു, ആ കഅബയെ തവാഫ് ചെയ്യുന്നവരെ പോലോത്ത മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ ഉണ്ടാകും എന്നും ചോദിച്ചു. അപ്പോഴും ഹാറൂനുർ റഷീദ് എന്നവർ പറഞ്ഞു, അതും ഒരുപാട് ജനങ്ങളില്ലേ, എങ്ങനെയാണ് അവരെ കണക്കാക്കാൻ സാധിക്കുക? ഇത് കേട്ടപ്പോൾ ഉമരി തങ്ങൾ പറയുകയാണ്, എന്നാൽ അമീറുൽ മുഅ്മിനീൻ, ഓ മനുഷ്യ, നിങ്ങൾ മനസ്സിലാക്കണം, ഉറപ്പിച്ചു കൊള്ളണം, ആ കഅബയുടെ പരിസരത്ത് തവാഫ് ചെയ്യുന്ന ആരെല്ലാം ഉണ്ടോ അവരൊക്കെ എന്നല്ല, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളോടും സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ചോദിക്കപ്പെടുന്നത് നാളെ. എന്നാൽ നിങ്ങളോട് സ്വന്തം കാര്യത്തെക്കുറിച്ച് മാത്രമല്ല, മറ്റുള്ള ആളുകളെക്കുറിച്ചും നിങ്ങളോട് ചോദിക്കപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ എങ്ങനെയാണ് ആകേണ്ടത്, എങ്ങനെയാണ് നിങ്ങളുടെ അധികാരം വിനിയോഗിക്കേണ്ടത് എന്ന് നിങ്ങൾ നല്ല രൂപത്തിൽ ആലോചിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഒരൊറ്റ വാക്ക് കേട്ടപ്പോൾ തന്നെ ഹാറൂനുർ റഷീദ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ മനസ്സിൽ വല്ലാത്ത പ്രയാസം തോന്നുകയാണ്. അദ്ദേഹം കരഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു പോയി. അനുയായികൾ അവിടുത്തെ കണ്ണുനീര് തുടക്കുന്നതിന് വേണ്ടി ഒരു കഷ്ണം തുണി കൊടുക്കുന്നുണ്ട്. അത്രയും അധികം മഹാനവറുകൾ കരയുകയാണ്. നോക്കൂ നിങ്ങൾ, ചിലരുടെ ഉപദേശങ്ങൾ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുകയാണ്. അങ്ങനെ മഹാനായ ഉമരി തങ്ങളുടെ ഉപദേശം ഹാറൂനുർ റഷീദ് എന്നവരിൽ സ്വാധീനം ചെലുത്തുകയാണ്. ഈ സംഭവം മഹാനായ ഇബ്നുൽ ജൗസി തങ്ങൾ അവിടുത്തെ കിതാബിൽ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഖൽബ് ശുദ്ധിയാക്കി നല്ല രൂപത്തിൽ ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.